Okay, next chapter of mathematics is infinite series. That is sixth chapter, infinite series. Okay, start ചെയ്യാം. Infinite series and partial sums. So let sequence A and be a sequence of real numbers. Then the sum of infinite numbers of terms of this sequence, that is the expression a1 plus a2 plus a3 plus etc plus an plus etc, is defined as an infinite series. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ സീക്വൻസ് ഓഫ് റിയൽ നമ്പർ നമ്മൾ എടുക്കും. അതിൽ നമ്പേഴ്സ് എല്ലാം നമ്മളിങ്ങനെ ആഡ് ചെയ്ത് ഇരുന്ന ആ രീതിക്ക് വിളിക്കുന്ന പേരാണ് എന്ത് പറഞ്ഞാൽ സീരീസ്. ഓക്കെ, ദ സം ഓഫ് ഇൻഫൈനൈറ്റ് നമ്പേഴ്സ് ഓഫ് ടേംസ്. അപ്പോൾ ഇൻഫൈനൈറ്റ് നമ്പേഴ്സ് ഓഫ് ടേംസ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന സീക്വൻസിലെ ടേംസ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ എക്സ്പ്രഷനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഇൻഫൈനൈറ്റ് സീരീസ്. സോ നമുക്ക് ഇതിനെ എങ്ങനെ സിഗ്മ നൊട്ടേഷൻ എഴുതാൻ പറ്റും? സമ്മേഷൻ i ഈക്വൽ ടു 1 to n ai എന്ന് i ഈക്വൽ ടു 1 to infinity. ഓക്കെ, സീക്വൻസ് ഇൻഫൈനൈറ്റ് സീരീസ് ആയതുകൊണ്ട് സമ്മേഷൻ i ഈക്വൽ ടു 1 to infinity ai എന്ന് കൊടുക്കാൻ പറ്റും. ഓക്കെ, an infinite series generally denoted by summation i equal to 1 to infinity ai or simply summation ai. അപ്പോൾ സീരീസ് നമ്മൾ ഡിനോട്ട് ചെയ്യുക സമ്മേഷൻ i equal to 1 to infinity ai. ഇൻഫൈനൈറ്റ് സീരീസ് ആണെങ്കിൽ നമ്മൾ സമ്മേഷൻ ai എന്ന് സിംപ്ലി സമ്മേഷൻ ai എന്ന് കൊടുത്താൽ മതി. The number ai is called the ith term of the series. ഓക്കെ, അപ്പോൾ ai എന്ന് പറഞ്ഞാൽ ith term ആയിരിക്കും. അപ്പോൾ a എന്ന് പറഞ്ഞാൽ എന്താണ്, nth term. a1 പറഞ്ഞാൽ ഫസ്റ്റ് ടേം. ഓക്കെ, let a1 plus a2 plus a3 plus etc plus an plus etc be an infinite series if Sn denote the sum of the first n terms of the series. അപ്പോൾ നമ്മളൊരു ഇൻഫൈനൈറ്റ് സീരീസ് നമ്മൾ കൺസിഡർ ചെയ്തു. ദറ്റ് ഈസ് സമ്മേഷൻ i ഈക്വൽ ടു 1 to infinity ai നമ്മൾ എടുത്തു. ഓക്കെ, ദെൻ Sn എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് n ടേംസിൻ്റെ സമ്മായിട്ട് നമ്മൾ എടുത്തു. ദെൻ Sn ഈക്വൽ ടു എന്താ വരിക, a1 പ്ലസ് a2 പ്ലസ് a3 പ്ലസ് എക്സെട്ര പ്ലസ് an. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് then the sequence Sn is called the sequence of partial sums of the given series. അപ്പോൾ പാർഷ്യൽ സം ഓഫ് എ സീരീസ് എന്താണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അത് വെച്ചിട്ടാണ് നമ്മൾ സീരീസിൻ്റെ കൺവേർജൻസും ഡൈവേർജൻസും പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ സീരീസ് എന്താ നമ്മൾ പറഞ്ഞു, ദെൻ സീക്വൻസ് ഓഫ് പാർഷ്യൽ സം എന്താണെന്ന് പറഞ്ഞു, ഒരു സീരീസ് നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുമെന്നും പറഞ്ഞു. ഓക്കെ, ദെൻ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം, സീരീസിനുള്ള കുറച്ച് എക്സാമ്പിൾസ്. ഫസ്റ്റ് എക്സാമ്പിൾ, കൺസിഡർ ദ സീരീസ് സമ്മേഷൻ i ഈക്വൽ ടു 1 to infinity ai where ai ഈക്വൽ ടു ai എന്ന് പറഞ്ഞാൽ ഇവിടെ ai ഈക്വൽ ടു എന്താണ്, 1 by ai ഈക്വൽ ടു 1 by 2 raised to i minus 1. അപ്പം നമ്മൾ എടുത്ത സീക്വൻസ് സീരീസിലെ ai അതായത് ith ടേം ആണ് 1 by 2 raised to i minus 1 ആണ്. ദെൻ നമുക്ക് ഈ റെപ്രസെൻറ്റേഷൻ എങ്ങനെ എഴുതാൻ പറ്റും, സമ്മേഷൻ i ഈക്വൽ ടു 1 to infinity 1 by 2 raised to i minus 1. അതാണ് നമ്മുടെ സീരീസ്. ഓക്കെ, എന്നാൽ നമ്മളതിന് ഓരോ ടേംസ് നമ്മൾ എഴുതാൻ പോവുകയാണ്. ഓക്കെ, ദാറ്റ് ഈസ് സമ്മേഷൻ i ഈക്വൽ ടു 1 to infinity ai നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, a1 ആകുമ്പോൾ എന്ത് വരും, 1 by 2 raised to 1 minus 1. 2 raised to 1 minus 1 എന്നാൽ 2 raised to 0 ഈക്വൽ ടു 1 വരും. ദെൻ 2 കൊടുക്കുമ്പോൾ എന്ത് വരും, 1 by 2 പ്ലസ് 1 by 2 സ്ക്വയർ പ്ലസ് 1 by 2 ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് 1 by 2 raised to n minus 1 പ്ലസ് എക്സെട്ര. nth ടേം ആണ് എന്ത്, 1 by 2 raised to n minus 1. സെക്കൻഡ് ടേം 1 by 2 ആണ്. തേർഡ് ടേം 1 by 2 സ്ക്വയർ, ഫോർത്ത് ടേം 1 by 2 ക്യൂബ്, അങ്ങനെ nth ടേം ആകുമ്പോൾ 1 by 2 raised to n minus 1 വരും. സോ ഈ സീരീസിൻ്റെ റെപ്രസെൻറ്റേഷൻ സീരീസിൻ്റെ റെപ്രസെൻറ്റേഷൻ ഇതാണ്. ദെൻ അതിൻ്റെ nth പാർഷ്യൽ സം ദാറ്റ് ഈസ് Sn ഈക്വൽ ടു എന്താ വരിക, അതിൻ്റെ ഫസ്റ്റ് n ടേംസ് നമ്മൾ ആഡ് ചെയ്യുക. ദാറ്റ് ഈസ് 1 പ്ലസ് 1 by 2 പ്ലസ് 1 by 2 സ്ക്വയർ പ്ലസ് 1 by 2 ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് 1 by 2 raised to n minus 1 വരും. ഓക്കെ, അതിൻ്റെ സം എത്ര വരിക, ഇതെന്താണ്, ഒരു ജോമെട്രിക് സീരീസ് ആണ് അല്ലേ. 1 by 2 ഇങ്ങനെ ആഡ് ചെയ്ത് പോകുന്ന ഒരു ജോമെട്രിക് സീരീസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ജോമെട്രിക് സീരീസിലേക്ക് നമ്മൾ പോകുന്നുള്ളൂ. സോ അതിൻ്റെ സമ്മേഷൻ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, 1 by 2 1 by 2 ഇങ്ങനെ ആഡ് ചെയ്ത് പോവാണ് അല്ലേ. ഇവിടെ 1 by 2 വന്നു, ഇവിടെ 1 by 2 1ൻ്റെ കൂടെ 1 by 2 ആഡ് ചെയ്തു. ദെൻ ഈ 1 by 2ൻ്റെ കൂടെ 1 by 2 സ്ക്വയർ, ദെൻ 1 by 2 ക്യൂബ്, അങ്ങനെ 1 by 2 അങ്ങനെ 1 by 2 ഇങ്ങനെ ആഡ് ചെയ്ത് പോവാണ്. ദാറ്റ്സ് ഈക്വൽ സമ്മേഷൻ നമുക്ക് അറിയാവുന്നതാണ് 1 minus 1 by 2 raised to n by 1 minus 1 by 2. ദാറ്റ്സ് ഈക്വൽ ടു എന്ത് വരും, 2 minus 1 by 2 raised to n minus 1 ആണ് അതിൻ്റെ nth പാർഷ്യൽ സം വരിക. ഓക്കെ, ജോമെട്രി സീരീസ് നമ്മൾ എന്താണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. നമുക്കിതിൽ അത് വരുന്നൊരു ടോപ്പിക്കാണ് ജോമെട്രി സീരീസ്. അപ്പോൾ നമുക്കിത് കൂടുതൽ മനസ്സിലാവും. ദ നെക്സ്റ്റ് എക്സാമ്പിൾ, കൺസിഡർ ദ സീരീസ് സമ്മേഷൻ k ഈക്വൽ ടു 1 to infinity ak വേർ ak ഈക്വൽ ടു -1 raised to k. -1 raised to kൻ്റെ പ്രത്യേകത എന്താണ്, നമ്മൾ അതിൽ k ഈവൺ നമ്പേഴ്സ് ആകുമ്പോൾ +1 ആയിട്ട് വരും, ഓഡ് നമ്പേഴ്സ് ആകുമ്പോൾ -1 വരും. സോ സമ്മേഷൻ k ഈക്വൽ ടു 1 to infinity ak നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും,
-1 plus 1 -1 plus 1 -1 plus 1 etc. plus -1 all raised to k. Kth ടേം പറഞ്ഞാൽ -1 all raised to k വരും. ആ k ഈവൻ ആണോ ഓഡ് ആണോ എന്നതിനനുസരിച്ചിരിക്കും എന്ത് അതിൻ്റെ സൈന്. ഓക്കെ, ദെൻ അതിൻ്റെ nth പാർഷ്യൽ സം Sn ഈക്വൽ ടു എന്ത് വരും, സമ്മേഷൻ k ഈക്വൽ ടു 1 to n വരെയുള്ള നമ്പേഴ്സിൻ്റെ സമ്മാണ് എന്ത് Sn എന്ന് പറഞ്ഞാൽ ak വരും. ദാറ്റ്സ് ഈക്വൽ ടു -1 ഇഫ് n ഈസ് ഓഡ്. അപ്പോൾ n ഓഡ് നമ്പർ ആവുക എത്രയാണ് 1 3 5 ആണ്. ഫസ്റ്റ് ആകുമ്പോൾ -1 ആണ്. തേർഡ് ആകുമ്പോൾ എന്താണ് -1 plus 1 ക്യാൻസൽ ചെയ്തിട്ട് പിന്നെ -1 വരും. പിന്നെ ഫിഫ്ത്ത് ആകുമ്പോൾ എന്താണ് -1 plus 1 ക്യാൻസൽ ചെയ്യുമ്പോൾ അടുത്ത -1 plus 1 ക്യാൻസൽ ചെയ്യുമ്പോൾ പിന്നെ ഒരു -1 വരും. അപ്പം n ഓഡ് നമ്പേഴ്സ് ആകുമ്പോൾ അതിൻ്റെ സമ്മേഷൻ എന്തൊരു -1 വരും. ഇനി ഈവൺ നമ്പേഴ്സ് ആവുന്ന കേസ് രണ്ടാകുമ്പോൾ എന്താണ് -1 plus 1 0 പോയി. ദെൻ 4 ആകുമ്പോൾ -1 plus 1 -1 plus 1 0 ആയിട്ട് പോയി. ഓക്കെ, അപ്പോൾ ഇവിടെ സമ്മേഷൻ ഈവൻ നമ്പർ ആകുമ്പം ഈക്വൽ ടു 0 അല്ലേ വരിക, nth പാർഷ്യൽ സം ഒരു +1 -1 ആഡ് ചെയ്ത് 0 വരും, ക്യാൻസൽ ചെയ്ത് 0 അല്ലാവുക. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ കറക്റ്റ് ചെയ്യുക, സമ്മേഷൻ 0 ആയിട്ടാണ് വരിക. ഓക്കെ, അപ്പം ഇവിടുത്തെ nth പാർഷ്യൽ സം എന്താ വരിക -1 ആവും. n ഓഡ് നമ്പർ ആകുമ്പോൾ -1 വരും, n ഈവൺ നമ്പർ ആകുമ്പോൾ 0 ആണ്. ഇവിടെ 0 കറക്റ്റ് ചെയ്യാം, 0. ഓക്കെ, ദെൻ റൈറ്റ് ഡൗൺ ദി ഫസ്റ്റ് 4 പാർഷ്യൽ സം ഓഫ് ദി ഫോളോയിങ് സീരീസ്. നമുക്ക് കുറച്ച് സീരീസ് വന്നിട്ടുണ്ട്, അതിൻ്റെ ഫസ്റ്റ് 4 പാർഷ്യൽ സംസ് നമുക്ക് ഫസ്റ്റ് 4 പാർഷ്യൽ സം ആണ് എന്താണ് S1 S2 S3 S4. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എടുക്കുക. 1 plus 1/7 plus 1/7 square plus 1/7 cube. എന്താണ് 1/7 ഇങ്ങനെ ആഡ് ചെയ്ത് പോവാണ് അല്ലേ. ലെറ്റ് Sn denote the nth partial sum of the given series. Then the Sn is the sum of S1 is the sum of the first Sn is the sum of the first n terms of a given series. അപ്പോൾ nth പാർഷ്യൽ സം എന്താണ് ആ തന്നിരിക്കുന്ന സീരീസിൻ്റെ ഫസ്റ്റ് n ടേംസിൻ്റെ സമ്മാണ് എന്ത് Sn എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് നമുക്ക് എന്തൊരു 1 plus 1/7 plus 1/7 square plus etc plus 1/7 raised to n ആയിട്ട് 7 raised to n minus 1 ആയിട്ടാണ് എന്ത് വരിക ഇതിൻ്റെ സമ്മേഷൻ വരിക. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എടുക്കുക. Sn ഈക്വൽ ടു എന്ത് വരും 1 plus 1/7 plus 1/7 square plus 1/7 cube plus etc plus 1/7 raised to n വരും. സോ S1 ഈക്വൽ ടു എന്ത് വരിക 1 വരിക. അപ്പോൾ S2 എന്താണ് 1 plus 1/7 ദാറ്റ്സ് ഈക്വൽ ടു 8/7 വരും. S3 നമുക്ക് ഫസ്റ്റ് 4 പാർഷ്യൽ സം ആണ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ S3 ഈക്വൽ ടു എന്ത് വരും ഫസ്റ്റ് 3 ടേംസ്, അതായത് 1 plus 1/7 plus 1/7 സ്ക്വയർ വരും. ദാറ്റ്സ് ഈക്വൽ ടു 8/7 plus 1/49 ദാറ്റ്സ് ഈക്വൽ ടു 57/49 വരും. അതുപോലെ S4 കണ്ടുപിടിക്കുക. S4 എന്താണ് ഫസ്റ്റ് 4 ടേംസിൻ്റെ ദാറ്റ്സ് ഈക്വൽ ടു 400/343. അപ്പോൾ സെക്കൻഡും അതുപോലെ തന്നെ ഫസ്റ്റും സെക്കൻഡും തേർഡും ഫോർത്തും പാർഷ്യൽ സം നമ്മൾ കണ്ടുപിടിക്കാം, അറിയാവുന്നതാണ്, സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. തേർഡും അതുപോലെ തന്നെ സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്കിനി അതിൽ ഫോർത്ത് ഒന്ന് നോക്കാം. ഓക്കെ, ബാക്കി രണ്ടും നിങ്ങൾ സ്വന്തമായിട്ട് അസൈൻമെൻറ്റ് പോലെ ചെയ്തിട്ട് പഠിക്കാം. ഓക്കെ, ദെൻ ഫോർത്ത് വൺ എന്താണ് സമ്മേഷൻ I ഈക്വൽ ടു 1 to infinity 2/3 ഓൾ റേസ് ടു i. നമ്മൾ എഴുതുമ്പോൾ ഇങ്ങനെ വരും 2/3 പ്ലസ് 2/3 സ്ക്വയർ പ്ലസ് 2/3 ക്യൂബ് പ്ലസ് എക്സെട്ര ഇങ്ങനെ പോകുന്നു. അപ്പോൾ Sn ഈക്വൽ ടു എന്ത് വരും 2/3 പ്ലസ് 2/3 സ്ക്വയർ പ്ലസ് 2/3 ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് 2/3 ഓൾ റേസ് ടു n വരും. അപ്പോൾ S1 പറഞ്ഞാൽ ഫസ്റ്റ് ടേം, അതായത് S1 ഈക്വൽ ടു 2/3. S2 എന്താണ് ഫസ്റ്റ് 2 ടേംസിൻ്റെ സമ്മ്, ദാറ്റ് ഈസ് 2/3 പ്ലസ് 2/3 ഓൾ ക്യൂബ് ദാറ്റ്സ് ഈക്വൽ ടു 2/3 പ്ലസ് 4/9 ദാറ്റ്സ് ഈക്വൽ ടു 10/9 വരും. അതുപോലെ S3 പറഞ്ഞാൽ ഫസ്റ്റ് 3 ടേംസിൻ്റെ സമ്മ്, ദാറ്റ് ഈസ് 2/3 പ്ലസ് 2/3 2/3 സ്ക്വയർ പ്ലസ് 2/3 ക്യൂബ് ദാറ്റ്സ് ഈക്വൽ ടു 38/27 വരും. ദെൻ S4 പറഞ്ഞാൽ ഫസ്റ്റ് 4 ടേംസിൻ്റെ സമ്മ് ദാറ്റ്സ് ഈക്വൽ ടു 130/81 വരും. സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിളാണ്. ഓക്കെ, പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ദെൻ നമുക്ക് വരുന്നതാണിത് കൺവേർജൻസും ഡൈവേർജൻസും. ഒരു സീരീസ് എപ്പോഴാണ് കൺവേർജ് ചെയ്യുക ഡൈവേർജ് ചെയ്യുകയാണ് നമുക്ക് ഇനി ഇവിടെ നോക്കാനുള്ളത്. ഓക്കെ, ലെറ്റ് സമ്മേഷൻ AI be a series of real numbers with partial sum Sn ഈക്വൽ ടു A1 plus A2 plus A3 plus etc plus an. അതിന് nth പാർഷ്യൽ സം ആണെന്ത് Sn എന്ന് പറഞ്ഞാൽ n belongs to natural number. If the sequence Sn of partial sums converges to a limit S, we say that the series summation AI converges and that the sum of the series in S. In this case, we write A1 plus A2 plus A3 plus etc plus An plus etc equal to summation AI that's equal to S. അതായത് നമ്മൾ ഒരു സീരീസിൻ്റെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് നമ്മൾ എടുക്കുക, അതായത് S1 S2 S3 S4 എക്സെട്ര എടുക്കുക. ആ സീക്വൻസ് ഓഫ് പാർഷ്യൽ സമ്മ് കൺവേർജ് ചെയ്യുന്നുണ്ട് എങ്കിൽ ആ സീരീസും കൺവേർജ് ചെയ്യും. സപ്പോസ് നമ്മളുടെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സം കൺവേർജ് ചെയ്യുന്നത് എന്നാൽ എസ്സിലേക്കാണ്, അതായത് അതിൻ്റെ ലിമിറ്റ് S ആണ് എങ്കിൽ ആ സീരീസും സെയിം നമ്പർ ആയിട്ടുള്ള എസ്സിലേക്ക് കൺവേർജ് ചെയ്യും. അതായത് നമുക്ക് ആ സീരീസിൻ്റെ സമ്മേഷൻ എന്ത് ചെയ്യാൻ പറ്റും, സമ്മേഷൻ A ഈക്വൽ ടു S എന്ന് കൊടുക്കാൻ പറ്റും.
ദാറ്റ് ഈസ് summation I equal to 1 to infinity ai equal to എന്താണ് ലിമിറ്റ് n tending to infinity summation I equal to 1 to n ai ഇതെന്താണ് സീക്വൻസ് ഓഫ് ദിസ് പാർഷ്യൽ സം ആണ്. അതിൽ n സീക്വൻസ് ഉണ്ടെങ്കിൽ n tending to infinity കൊടുക്കുമ്പോൾ നമുക്ക് s കിട്ടും. ദാറ്റ് ഈസ് ലിമിറ്റ് n tending to infinity sn ദാറ്റ്സ് ഈക്വൽ ടു s. ദെൻ എസ് ഈസ് കാൾഡ് ദി സം ഓഫ് ദി എബവ് സീരീസ്. അപ്പോൾ ആ സീക്വൻസ് ഓഫ് പാർഷ്യൽ സം കൺവേർജ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ആ സീരീസ് കൺവേർജ് ചെയ്യുന്നു എന്ന് പറയാൻ പറ്റും. ഓക്കെ, ദെൻ ഇഫ് ദ സീക്വൻസ് ഓഫ് പാർഷ്യൽ സം ഓഫ് ദ സീരീസ് ഡസ് നോട്ട് കൺവേർജ്, അപ്പോൾ സീക്വൻസ് ഓഫ് പാർഷ്യൽ സം എന്ത് ചെയ്യുന്നില്ല, കൺവേർജ് ചെയ്യുന്നില്ല, ദെൻ ദ സീരീസ് ഡൈവേർജസ്. അപ്പോൾ സീക്വൻസ് ഓഫ് പാർഷ്യൽ സമ്മിനനുസരിച്ചാണ് ഒരു സീരീസ് കൺവേർജ് ചെയ്യോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ദെൻ ഒരു റിമാർക്ക് ഫ്രം ദി എബവ് ഡെഫിനിഷൻ ഇറ്റ് ഫോളോസ് ദാറ്റ് ദി അൾട്ടർനേഷൻസ് addition or omission of finite number of terms of a series has no effect on its convergence or divergence. അല്ലേ, അതായത് നമ്മളിപ്പോൾ സീക്വൻസ് ഓഫ് പാർഷ്യൽ സമ്മിൻ്റെ കൺവേർജൻ അനുസരിച്ചാണ് ആ സീരീസ് കൺവേർജ് ചെയ്യോ ഡൈവേർജ് എന്ന് പറയാൻ പറ്റുക. അപ്പോൾ നമ്മളിപ്പോൾ ആ സീരീസിന് എന്താണ് ഒരു ടേം എടുത്ത് ഒഴിവാക്കുക അല്ലെങ്കിൽ മൈനസ് ഡിവൈഡ് ഒക്കെ ചെയ്താൽ എന്താണ് അത് കൂട്ടി ചേർക്കുക അല്ലെങ്കിൽ ഒഴിവാക്കുക ചെയ്താൽ എന്താണ് അത് ആ സീരീസിൻ്റെ കൺവേർജൻസിനെ ബാധിക്കൂല. കാരണം നമ്മൾ പറഞ്ഞു സീക്വൻസ് ഓഫ് പാർഷ്യൽ സമ്മിൻ്റെ കൺവേർജൻസ് ആണ് ആ സീരീസിൻ്റെ കൺവേർജൻസ്. although in the case of convergence this will usually change the sum. Okay, thus if the series summation I equal to 1 to infinity ai converges, then the series summation I equal to k to infinity ai converges for k greater than 1. Okay, അപ്പോൾ നമ്മൾ ഒരു സീരീസിൻ്റെ 1 മുതൽ ഇൻഫിനിറ്റിയുള്ള സംഭവത്തിൻ്റെ സം നമുക്ക് അറിയാം, സീക്വൻസ് ഓഫ് പാർഷ്യൽ സം. ദെൻ നമ്മൾ 1 എടുക്കാതെ ഒരു 8 അല്ലെങ്കിൽ 10 അങ്ങനെ kth മുതൽ ഇൻഫിനിറ്റി വരെയുള്ള സംഭവം ഒരു സീരീസ് ആയിട്ട് തന്നെ മാറ്റുകയാണെങ്കിൽ ഇതിനുമ്പോൾ 1 to infinity നമ്മൾ എന്താക്കി മാറ്റി k to infinity ആക്കി മാറ്റിയാലും ആ 1 to infinity ആ സീക്വൻസ് അല്ലെങ്കിൽ സീരീസ് എങ്ങോട്ടാണ് കൺവേർജ് ചെയ്തിരിക്കുന്നത് ആ സെയിം നമ്പറിലേക്ക് തന്നെ ആയിരിക്കും ഇത് കൺവേർജ് ചെയ്യാം. ഓക്കെ, ഫോർ എനി k ഗ്രേറ്റർ ദാൻ 1 ആൻഡ് സമ്മേഷൻ I ഈക്വൽ ടു 1 to infinity ai ഈക്വൽ ടു എന്താണ് a1 പ്ലസ് a2 പ്ലസ് എക്സെട്ര പ്ലസ് അങ്ങനെ പോകും അല്ലേ. ak മൈനസ് 1 പ്ലസ് സമ്മേഷൻ I ഈക്വൽ ടു k to infinity ആയി നമുക്ക് കൊടുക്കാൻ പറ്റും. നമ്മൾ ഈ സീരീസിനെ നമ്മൾ k മുതൽ അതിനെ കട്ട് ചെയ്തു, അപ്പോൾ k വരെയുള്ള സംഭാവന ഇതാണ്. Conversely, if the series summation I equal to 1 to infinity, I equal to k to infinity ai converges for any k greater than 1, then the series summation I equal to 1 to infinity ai converges. അതുപോലെ തന്നെ k to infinity ആ സീരീസ് കൺവേർജ് ചെയ്യുന്നുണ്ടെങ്കിൽ 1 to infinity എന്തായിരിക്കും ആ സീരീസ് കൺവേർജ് ആയിരിക്കും. അതാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ആ സീരീസിൽ നിന്ന് അഡീഷനോ അല്ലെങ്കിൽ കുറച്ച് ടേംസ് അഡീഷനോ അല്ലെങ്കിൽ ഒമിഷനോ നടത്തിയാലും ആ സീരീസിൻ്റെ കൺവേർജൻസിന് അത് ബാധിക്കൂല. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്കുള്ളതാണ് എന്ത്, നെക്സ്റ്റ് നമ്മളുടെ ടാസ്ക് ആണ് കുറച്ച് എക്സാമ്പിൾസ് നോക്കാന്നുള്ളത്. ഓക്കെ, ഷോ ദാറ്റ് ദ സീരീസ് 1 പ്ലസ് 1/2 പ്ലസ് 1/2 സ്ക്വയർ പ്ലസ് എക്സെട്ര കൺവേർജസ്. ഈ സീരീസ് കൺവേർജ് ചെയ്യോ ഇല്ലേ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ നമുക്ക് എന്താണ് അതിൻ്റെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സം എടുക്കണം, എന്നിട്ട് അതിൻ്റെ ലിമിറ്റ് വാല്യൂ എന്താണെന്ന് ചെക്ക് ചെയ്യാം. ഫോർ ദ ഗിവൺ സീരീസ് ദ സീക്വൻസ് Sn ഓഫ് പാർഷ്യൽ സം ഈസ് ഗിവൺ ബൈ Sn ഈക്വൽ ടു സമ്മേഷൻ k ഈക്വൽ ടു 1 to n ak. ദാറ്റ്സ് ഈക്വൽ ടു എന്താ സമ്മേഷൻ k ഈക്വൽ ടു 1 to n 1/2 raised to k minus 1. എന്താണ് 1 plus 2 plus 1/2 plus 1/2 square plus എക്സെട്ര പ്ലസ് 1/2 raised to n minus 1. ഓക്കെ, ഇവിടെ k minus 1 അല്ല n minus 1 ആക്കി മാറ്റാം. നമുക്ക് nth ടേംസിന് സമ്മാണ് ആവശ്യം, അപ്പോൾ 2 raised to n minus 1. then that's equal to എന്തൊരു 1 minus 1/2 raised to n by 1 minus 1/2. that's equal to എന്തൊരു 2 minus 1/2 raised to n minus 1. then സിൻസ് 1/2 എന്താണ് 1-നേക്കാളും ചെറുതാണ്, ദെൻ 1/2 raised to n minus 1 എന്തായിരിക്കും 1/2 all raised to n minus 1-നേക്കാളും ചെറുതായിരിക്കും. ദിസ് ടെൻഡിങ് ടു 0 ആസ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി. n ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ ഈ ടേം എന്ത് ചെയ്യും n ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ ഈ ടേം എന്ത് വരും 0ലേക്ക് ടെൻഡ് ചെയ്യും. therefore ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി Sn ഈക്വൽ ടു എന്ത് വരും ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി 2 minus 1/2 raised to n. നമുക്ക് ലിമിറ്റിൻ്റെ പ്രോപ്പർട്ടീസ് ഇതിന് ലിമിറ്റ് സെപ്പറേറ്റ് ആക്കി നമുക്ക് കൊടുക്കാൻ പറ്റും. ദാറ്റ് ഈസ് ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി 2 മൈനസ് ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി 1/2 raised to n minus 1. ഇതെന്താ നമ്മൾ പറഞ്ഞു 0 എന്ന് പറഞ്ഞു. ആസ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി ഈ ടേം 0ലേക്ക് പോകും. സോ നമുക്ക് എന്ത് കിട്ടും 2 കിട്ടും. സിൻസ് ദ സീക്വൻസ് ഓഫ് പാർഷ്യൽ സം സീക്വൻസ് Sn കൺവേർജസ് ടു 2, then the given series converges and its sum is 2. അപ്പോൾ നമ്മൾ സീക്വൻസ് ഓഫ് പാർഷ്യൽ സം 2ലേക്ക് കൺവേർജ് ചെയ്യുന്നു. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും നമ്മളുടെ സീരീസിൻ്റെ സം എന്ന് പറഞ്ഞാൽ 2 ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നമുക്കുള്ളതാണ് ഷോ ദാറ്റ് ദ സീരീസ് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് n സ്ക്വയർ എക്സെട്ര ഡൈവേർജസ്. ഈ സീരീസ് ഡൈവേർജ് ചെയ്യും നമുക്ക് കാണിക്കാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സം എന്ത് ചെയ്യും ഡൈവേർജ് ചെയ്യുന്നു കാണിച്ചാൽ മതി. ഫോർ ദ ഗിവൺ സീരീസ് the sequence of partial sum sequence Sn is given by Sn equal to summation k equal to 1 to n ak. that's equal to എന്ത് വരും
1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് n സ്ക്വയർ. കണ്ടിന്യൂസ് ആയിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സിൻ്റെ സമ്മാണ് എന്താണ് n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1/6. ക്ലിയർലി സീക്വൻസ് എസ് എൻ എന്താണ് ആൻ ഇൻക്രീസിങ് സീക്വൻസ് ആണ്. അതെന്താണ് ഇൻഫിനിറ്റിയിലേക്ക് പോകും. സോ വിച്ച് ടെൻസ് ടു ഇൻഫിനിറ്റി ആസ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി. അപ്പോൾ ലിമിറ്റ് ഓഫ് സീക്വൻസ് എന്താണ് ഇൻഫിനിറ്റി കിട്ടുക. അതായത് ആ സീക്വൻസിന് ഒരു ലിമിറ്റ് ഇല്ല. സോ നമ്മളുടെ തന്നിട്ടുള്ള സീരീസ് എന്താണ് ഡൈവേർജ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ദെൻ ഡിസ്കസ് ദി കൺവേർജൻസ് ഓഫ് ദ സീരീസ് 1/1 ഇൻറ്റു 2 പ്ലസ് 2/2 ഇൻറ്റു 3 പ്ലസ് 1/3 ഇൻറ്റു 4 പ്ലസ് എക്സെട്ര പ്ലസ് 1/k ഇൻറ്റു k പ്ലസ് 1 പ്ലസ് എക്സെട്ര. ഈ സീരീസിൻ്റെ കൺവേർജൻസ് നമുക്ക് എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. സോ ലെറ്റ് ദ ഗിവൺ സീരീസ് ബി സമ്മേഷൻ k ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി a k ആയിട്ട് നമ്മൾ എടുത്തു. അവിടുത്തെ a k എന്ന് പറഞ്ഞാൽ എന്താണ് 1/k ഇൻറ്റു k പ്ലസ് 1. ഈ 1/k ഇൻറ്റു k പ്ലസ് 1 നമുക്ക് എന്ത് പറ്റും 1/k മൈനസ് 1/k പ്ലസ് 1 ആക്കി നമുക്ക് മാറ്റാൻ പറ്റും. സോ ഇവിടുത്തെ ഹെൻസ് a1 ഈക്വൽ ടു എന്ത് കിട്ടും 1/1 മൈനസ് 1/2. a2 എന്ത് വരും 1/2 മൈനസ് 1/3. a3 ഈക്വൽ ടു 1/3 മൈനസ് 1/4 എക്സെട്ര. an ഈക്വൽ ടു 1/n മൈനസ് 1/n പ്ലസ് 1 നമുക്ക് എഴുതാൻ പറ്റും. ദെൻ സീക്വൻസ് ഓഫ് പാർഷ്യൽ സം ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ എസ് എൻ ഈക്വൽ ടു എന്ത് വരും a1 പ്ലസ് a2 പ്ലസ് എക്സെട്ര പ്ലസ് an ആണ്. സോ നമ്മൾ സം ചെയ്യുക 1/1 മൈനസ് 1/2 പ്ലസ് 1/2 മൈനസ് 1/3 പ്ലസ് എക്സെട്ര പ്ലസ് 1/n മൈനസ് 1 മൈനസ് 1/n പ്ലസ് 1/n മൈനസ് 1/n പ്ലസ് 1. ഇതൊന്ന് ശ്രദ്ധിച്ച് നോക്കാം. ഇവിടെ എന്ത് വരുന്നു 1 വരുന്നു. ഇവിടെ മൈനസ് 1/2 പ്ലസ് 1/2. ഇവിടെ മൈനസ് 1/3 പ്ലസ് 1/3. അങ്ങനെ മൈനസ് 1/n മൈനസ് 1 വരും. അത് ഇതിന് മുന്നുണ്ടായിരിക്കും. അതുപോലെ മൈനസ് 1/n മൈനസ് 1 പ്ലസ് 1/n. അതെല്ലാം ക്യാൻസൽ ചെയ്യും. ബാക്കി എന്താണ് ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും മാത്രം ഉണ്ടായിരിക്കും. ദാറ്റ് ഈസ് 1 മൈനസ് 1/n പ്ലസ് 1 വരും. സോ നമുക്കറിയാവുന്നതാണ് 1/n പ്ലസ് 1 ലിമിറ്റ് എന്താണ് 0 ആണ് ആസ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി. സിൻസ് 1/n പ്ലസ് 1 ടെൻഡിങ് ടു 0 ആസ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി. സോ ഇതിൻ്റെ ലിമിറ്റ് എന്ത് വരും ലിമിറ്റ് 1 മൈനസ് ലിമിറ്റ് 1/n പ്ലസ് 1. 1/n പ്ലസ് 1 ലിമിറ്റ് 0 ആയതുകൊണ്ട് ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി എസ് എൻ ഈക്വൽ ടു നമുക്ക് 1 കിട്ടും. അതായത് സീക്വൻസ് ഓഫ് പാർഷ്യൽ സമ്മിൻ്റെ ലിമിറ്റ് 1 എന്ന് കിട്ടി. അതായത് ആ സീക്വൻസ് ഓഫ് പാർഷ്യൽ സം കൺവേർജ് ചെയ്യുന്നത് 1ലേക്കാണ്. സിൻസ് ദ സീക്വൻസ് ഓഫ് പാർഷ്യൽ സം സീക്വൻസ് എസ് എൻ കൺവേർജസ് ടു 1 then the given series convergent. അപ്പോൾ given series എന്താണ് കൺവേർജൻ്റ് ആണ്. അതുപോലെ അതിൻ്റെ സമ്മാണ് എന്താണ് 1 എന്ന് കിട്ടും. ഓക്കെ, ദെൻ ദാറ്റ് ഈസ് സമ്മേഷൻ k ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി 1/k ഇൻറ്റു k പ്ലസ് 1 ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും 1 എന്ന് എഴുതാൻ പറ്റും. ദെൻ ഒരു റിമാർക്ക് ദ സീരീസ് whose sum can be determined by the method of partial fractions as in the above problem are called telescoping series. ഇവിടെ നമ്മൾ എങ്ങനെയാണ് ഈ kth ടേം ആയിട്ടുള്ള 1/k ഇൻറ്റു k പ്ലസ് 1 1/k മൈനസ് 1/k പ്ലസ് 1 ആക്കി മാറ്റിയിട്ടുള്ള പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് വെച്ചിട്ടാണ്. അതെന്തായിരുന്നു അറിയാവുന്നതാണ് 1/k ഇൻറ്റു k പ്ലസ് 1 നമുക്ക് എന്ത് പറ്റും a/k പ്ലസ് b/k പ്ലസ് 1 എന്ന് കൊടുക്കാൻ എന്നിട്ട് എന്ത് ചെയ്യുക അതിൻ്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഈക്വൽ ആക്കിയതിന് ശേഷം നമ്മൾ അതിന് കണ്ടുപിടിക്കുകയാണ്. എയും ബിയും കണ്ടുപിടിക്കുക. അവിടെ എ നമുക്ക് 1 കിട്ടി, ബി നമുക്ക് എന്ത് -1 കിട്ടി. അപ്പോൾ ഇങ്ങനെ നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ച് ചെയ്യുന്ന മെത്തേഡാണ് എങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത് ടെലിസ്കോപ്പിംഗ് സീരീസ്. ഓക്കെ, അപ്പോൾ ഈ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻ നമ്മൾ ടെലിസ്കോപ്പിംഗ് സീരീസ് എന്നാണ് വിളിക്കുക. അപ്പോൾ എന്താണ് സീരീസ് നോക്കുക, എക്സാമ്പിൾസ് ശ്രദ്ധിക്കുക. പാർഷ്യൽ ഫ്രാക്ഷൻ അതായത് സീക്വൻസ് ഓഫ് പാർഷ്യൽ സം വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് ഒരു സീരീസിൻ്റെ കൺവേർജൻസ് ചെക്ക് ചെയ്തിട്ടായത് അതെങ്ങനെ നോക്കുക, എക്സാമ്പിൾസ് സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ.